അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഉയർന്ന ഒരു സംഗതിയാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുമ്പോട്ട് വെക്കുന്നത്. രണ്ടാമത്തേത് നമുക്ക് മനസ്സിലാവും, മൂന്നാമത്തേൽ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് ആലോചിക്കാം. ഇനി ഓരോന്നോരോന്ന് ഞാനത് എടുത്തു പറയാൻ പോവാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ 10 കാര്യങ്ങളിലും മസീഹ് കൊണ്ടുവന്ന വൈജ്ഞാനിക വിപ്ലവം എന്തായിരുന്നു എന്നുള്ളത്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഈ ഒരു പൂർണ്ണമായ തൗഹീദ് എന്ന് പറയുന്നത് ഒരു മരുന്ന് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ അള്ളാഹുവിൻ്റെ ഇംഗിതമുണ്ടെങ്കിലാണ് ആ മരുന്ന് പ്രവർത്തിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നത് ഒരു തൗഹീദ് തന്നെയാണ്. അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിനേക്കാൾ പൂർണ്ണമായിട്ടുള്ള തൗഹീദ് ആ മരുന്ന് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അയാൾക്ക് ദൈവികമായി കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. നമ്മൾ ലോകത്ത് നിന്ന് എന്തൊരു സംഗതി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഖാസിയത്തിൻ്റെ, അതിൻ്റെ തനിത്തന്മയുടെ, ഒരു സംഗതിയുടെ ക്വാളിറ്റി, അതിൻ്റെ വെർച്യു എന്താണ് എന്ന് അയാൾക്ക് സ്വയം മനസ്സിലാകുന്ന ഒരു തലത്തിലേക്ക് അയാൾ എത്തുക. അതെങ്ങനെ എത്തുമെന്ന് വെച്ചാൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം കൊണ്ട്, അള്ളാഹുമായിട്ട് അടുത്ത് ബന്ധപ്പെടുന്ന ആളുകൾക്ക് അതിൽ ഓരോ വസ്തുവിൻ്റെയും അയാൾ അനുഭവിക്കുന്ന വസ്തുക്കളുടെ യഥാർത്ഥത്തിൽ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അള്ളാഹു അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇതുവരെ എത്തുമ്പോഴാണ് കാമിൽ തൗഹീദാകുന്നത്. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പല മരുന്നുകളും പല കാര്യങ്ങളും എടുത്ത് മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി വൈദ്യമൊന്നും പഠിച്ചിട്ടില്ല. ഹസരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ നമുക്കിത് കാണാനുണ്ട്. ഇതേപോലെ പല കാര്യങ്ങളിലും അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും ഈവൻ അവർ പറയുന്ന വാക്കുകൾക്ക് വരെ എന്ത് പ്രതികരണം ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നു എന്ന് പോലും അവരെ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ അതിൻ്റെ പ്രവർത്തനം അള്ളാഹുവിൻ്റെ ഇംഗിതം കൊണ്ടുണ്ടാകുന്നു എന്ന് പറയുന്നത് മാത്രമല്ല, അതെങ്ങനെ ഉണ്ടാകുന്നു എന്നുകൂടി കാണിക്കുന്നതാണ് കാമിൽ തൗഹീദ്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒരു തൗഹീദിലേക്ക് എത്തിക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹം, നമ്മൾ എത്തേണ്ട സ്ഥലം, അതെങ്ങനെ എത്തണം എന്നുള്ളത് കൂടി മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരാൾ ഐച്ഛികമായ കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുമായിട്ട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ അയാളുടെ കൈകൾ അള്ളാഹുവിൻ്റെ കൈകളായി മാറുന്നു, അയാളുടെ കരങ്ങൾ അള്ളാഹുവിൻ്റെ കരങ്ങളായി മാറുന്നു, അയാളുടെ കാലുകൾ അള്ളാഹുവിൻ്റെ കാലുകളായി മാറുന്നു, അയാളുടെ നാവ് അള്ളാഹുവിൻ്റെ നാവായി മാറുന്നു. അതായത് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അയാളുടെ കൈകാലുകളിലും അയാളുടെ ചേഷ്ടകളിലും വെളിപ്പെടുന്ന ഒരവസ്ഥ വരെ എത്തുമ്പോഴാണ് കാമിൽ തൗഹീദ് അഥവാ സമ്പൂർണ്ണമായ തൗഹീദ് ഒരാൾക്ക് കിട്ടുന്നത്. ഇത് അയാളിലെന്ന് മാത്രമല്ല, അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും. ഒരാൾ വന്ന് അയാളുടെ അടുത്തിരിക്കുമ്പോൾ അയാൾ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്. ഒരാൾ കളവ് പറയുമ്പോൾ ഇയാൾ കളവാണ് പറയുന്നത് എന്ന് വ്യക്തമായി അറിയാനുള്ള കഴിവ്. ഈ തലത്തിലേക്ക് തൗഹീദിൻ്റെ വക്താക്കൾ ഉയർന്നിട്ടുണ്ടെന്നും പ്രവാചകന്മാർ ആ സ്ഥാനത്താണ് ഉണ്ടായിരുന്നതെന്നും മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. നമ്മൾ ചെറിയൊരു ഉദാഹരണം നോക്കാം. ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മുള്ള ഖാദിയനിൽ വരുമ്പോഴേ ജമാഅത്തിൽ നിന്ന് പുറത്താക്കിയ ഒരാളെ ഹുസൂറിന് സലാം കൊടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടത്തിൽ വന്നു. ഹുസൂർ ഒരിക്കലും ആളെ കണ്ടിട്ടില്ല. പക്ഷെ അടുത്ത് വന്ന ഉടനെ ഹുസൂർ കൈവലിച്ചു. കൈവലിച്ചാൽ ബോഡിഗാർഡ് അവരുടെ സ്വഭാവം അനുസരിച്ച് ആളെ പിടിച്ചപ്പോഴാണ് അറിയുന്നത് അയാൾ ഡൽഹി ജമാഅത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളായിരുന്നു. ഇതേപോലെ ഖലീഫത്തുൽ മസീഹ് പുറത്താക്കിയ ഒരാൾ ചെന്നൈയിൽ വരുമ്പോഴേ ഹുസൂറിനെ കൈപിടിക്കാൻ വേണ്ടി വരുന്നു. അപ്പം ഞാനും പേടിച്ചു. ഞാൻ നാസറാലനെ അറിയിച്ചു. നാസറാല അടുത്ത് വന്നെന്ത് അദ്ദേഹം ഒന്നും മിണ്ടില്ല. അമീറിനെ അറിയിച്ചു, അദ്ദേഹം ഒന്നും മിണ്ടില്ല. എന്തൊന്നും ചെയ്യാൻ കഴിയില്ല, ആളടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുണ്ടാവും എന്നറിയില്ല. ഒരു പ്രശ്നം ഉണ്ടാക്കുക, പബ്ലിക്കും ഉണ്ടായിട്ടുണ്ട് 4 ഭാഗം. ഹുസൂർ അയാൾക്ക് കൈ കൊടുത്ത് അയാളോട് കുറേ സംസാരിച്ച്, അയാൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ മരിക്കുന്ന സമയത്ത് ഖലീഫത്തുൽ മസീഹിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ ഒരു സാധനം, ജമാഅത്ത് പുറത്താക്കപ്പെട്ട ആളാണ് അന്നും മരിക്കുന്ന സമയത്ത്, ഒരു പൊതിയും അതിൽ സ്വർണ്ണം ഉണ്ടായിരുന്നത് ഹുസൂറിൻ്റെ കയ്യിൽ കൊടുത്തു. ഹുസൂർ പറഞ്ഞു അത് പ്രൈവറ്റ് സെക്രട്ടറി ഏൽപ്പിക്കാൻ പറഞ്ഞു. ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സ് പടയാണ്. കാരണം ജമാഅത്ത് നിന്ന് പുറത്താക്കിയ ഒരാൾ ഇങ്ങനെയൊക്കെ എനിക്കറിയാം, വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ്. പക്ഷേ അന്ന് രാത്രി ഇയാളാരാന്ന് ഹുസൂർ കണ്ടിട്ടില്ല, അതിന് മുമ്പാരും കണ്ടിട്ടില്ല. ഹുസൂറിൻ്റെ അമലയിലുള്ള ആർക്കും അറിയില്ല. എനിക്കറിയാം, നാസറല്ലാക്ക് അറിയാം, അവിടെയുള്ള സാധാരണക്കാർക്കൊക്കെ അറിയാം. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ മാപ്പ് അപേക്ഷിച്ചുകൊണ്ടുള്ള കത്ത് വന്നു. കത്തിന് മറുപടി വന്നു, അയാൾ മാപ്പാക്കിക്കൊണ്ട്.
ആ കത്തിൽ ഖലീഫത്തുൽ മസീഹ് ലണ്ടനിൽ നിന്ന് പുറപ്പെടുന്ന ദിവസം, അതായത് ഇന്ത്യയിലേക്ക് പുറപ്പെടുന്ന ദിവസമാണ് സൈൻ ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും എൻ്റെ നേരെ കണ്ണുകൊണ്ട് കണ്ടാണ്. ഈ ഒരു തിരിച്ചറിവാണ് കാമിൽ തൗഹീദിലേക്ക് മനുഷ്യനെത്തിക്കുന്നത്. അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള തൗഹീദ്, യഥാർത്ഥത്തിലുള്ള ദൈവിക ശക്തി എന്ന്. എല്ലാറ്റിലും തൗഹീദ്, വെറും ഒരു അള്ളാഹനെ മാത്രം ഒന്നാക്കലല്ല, അള്ളാഹുമായിട്ട് ബന്ധമുള്ള ഒരാൾ തൊടുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ പ്രഭാവമായി മാറുന്ന ഒരവസ്ഥ. അത് കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ റബ്ബ് എനിക്ക് തന്നത് എന്ന് അനുഭവിക്കാൻ കഴിയണം. ഒരു ഭാര്യ ഭർത്തൃ ബന്ധം വരെ എൻ്റെ റബ്ബ് എനിക്കായി തന്നത് എന്ന നിലയിലായിരിക്കണമെന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. യഥാർത്ഥത്തിലുള്ള അനുഭൂതിയും അതിലാണുള്ളത്. വായിലൊരു അപ്പക്കഷ്ണം ഇട്ടുകൊടുക്കുമ്പോൾ റബ്ബേൽപ്പിച്ചത് എന്ന് പറഞ്ഞ് ഇട്ടുകൊടുക്കുമ്പോൾ അതൊരിക്കലും അവസാനിക്കാത്ത അനുഭൂതിയാണ്. ആ നിലയിൽ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്ക് എത്തുമ്പോഴാണ് ഈ കാമിൽ തൗഹീദിലേക്ക്, പൂർണ്ണമായ തൗഹീദിലേക്ക് എത്തുന്നത് എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിശദമായിട്ട് ആ എത്തിയ ആളുകളുടെ അനുഭവങ്ങളും അങ്ങനെ എത്തിയ പ്രവാചകന്മാരെ കുറിച്ചുള്ള അനുഭവങ്ങളും ജീവിതത്തിൻ്റെ ചരിത്രത്തിലുള്ള ഭാഗങ്ങളും ഞാനതിന്ന് സാക്ഷിയായിക്കൊണ്ട് ഞാനിവിടെ നിലകൊള്ളുന്നുണ്ട് എന്നും എന്നെ ബൈഅത്ത് ചെയ്ത ആളുകൾക്ക് അത് അനുഭവവേദിതമാണ് എന്നും കൂടിയാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തു വെക്കുന്നത്. അങ്ങനെയുള്ളൊരു തൗഹീദിനെ, അപ്പോൾ തൂണിലും തുരുമ്പിലും കിടക്കുന്ന ദൈവം അവിടെ കിടക്കും. ഇങ്ങനെ ഒരു സജീവ ദൈവത്തെ എങ്ങനെയാണ് എടുത്തു വെക്കുന്നത്? ഇത് വേറെ ആരും ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ മറ്റൊരാളും നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. ഇനി മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യത്തിൽ അടുത്തത് ഇങ്ങനെയുള്ള ഒരു തൗഹീദ് കിട്ടുന്ന ഒരാളെക്കുറിച്ചാണ് പറഞ്ഞത്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. അവർ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും അവരുടെ പാർശ്വങ്ങളിൽ ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും നടന്നുകൊണ്ടും എവിടെയാണെങ്കിലും അവർ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കലല്ല. അവരുടെ നൃത്തവും അള്ളാഹുവിൻ്റെ തൃപ്തിപ്രകാരമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നിൽക്കുന്നത്. അവരുടെ കിടത്തവും അള്ളാഹുവിൻ്റെ തൃപ്തിപ്രകാരമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് കിടക്കുന്നത്. അവരുടെ സകല അനക്ക ഒതുക്കങ്ങൾ മുഴുവനും, സകല ചേഷ്ടകളും അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് എത്തുന്ന ഒരു കണ്ടീഷനിലെത്തുമ്പോഴേ അത് അനുഭവിച്ചുകൊണ്ട്, എനിക്ക് നിൽക്കാൻ കിട്ടിയ സ്ഥലം എൻ്റെ റബ്ബ് എനിക്ക് തന്നതാണ് എന്ന് സ്നേഹത്തോടു കൂടി അള്ളാഹ് അതിനനുഭവിച്ചുകൊണ്ട്, അനുഭവവേദിതമായിട്ടാണ് അതിൽ നമ്മൾ എത്തുന്നത്. ഇത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ലൈഫിലാണ് യഥാർത്ഥത്തിലുള്ള കിട്ടുന്നതെന്നും അവർ യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അത് മല കണ്ടാലും അതിൽ അള്ളാഹുവിൻ്റെ ഒരു എന്തുകൊണ്ട് എന്നുള്ള അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കാണാൻ സാധിക്കുന്നു. നമ്മൾ രണ്ട് വിധത്തിലാണ് അള്ളാഹിൻ്റെ ഖുദ്റത്തിനെ കാണുന്നത്. ഒന്ന്, അതിൻ്റെ സൗന്ദര്യത്തെയും അതിൻ്റെ എടുപ്പിനെയും അതിൻ്റെ പ്രതാപത്തെയും അതിൻ്റെ ഗുണങ്ങളെ ബാഹ്യമായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് അള്ളാഹിനെ കാണാൻ കഴിയും. പക്ഷേ അള്ളാഹുവിൻ്റെ ആളുകൾ അത് ഉണ്ടായത് മുതൽ ഇന്നത് നിലനിൽക്കുന്നത് എന്തിന് എന്നത് വരെ, അത് അവർക്ക് സ്വയം എങ്ങനെയാണ് അവർക്ക് ഗുണം ചെയ്യുന്നത് എന്ന് വരെ അവർക്ക് കാണാനുള്ള കഴിവ് അള്ളാഹു കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് തൗഹീദ് അവർക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആ വസ്തുവിലും അള്ളാഹുവിനെ കാണുന്നത്, ആ വസ്തുവും തൗഹീദിലേക്ക് ഉൾപ്പെടുത്തുന്നു. ഇങ്ങനെ അള്ളാഹുവിനെ കാണാൻ സാധിക്കുമ്പോഴാണ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, റബ്ബേ ഒന്നും തന്നെ നീ ബാത്തിലായിട്ട് സൃഷ്ടിച്ചിട്ടില്ല, ഞങ്ങളെ നീ ബാത്തിലായിട്ട് സൃഷ്ടിച്ചതായിട്ട് കണ്ടാൽ ഞങ്ങൾ എത്തേണ്ടത് പിന്നെ നരകത്തിലേക്കാണ്. അതൊന്നിനെ ബാത്തിലായാൽ അത് നമുക്ക് നരകമായി മാറുന്നു. അതിനെ ഞങ്ങൾ ഇന്ന് കാക്കണേ എന്ന് ദുആ ചെയ്യുന്നു. ഇനി അടുത്ത 9 സബ്ജക്റ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഈ 9നും ബാധിക്കുന്ന ഒരു ആയത്തുണ്ട് ഖുർആനിൽ. നമ്മൾ അള്ളാഹ്ക്ക് രൂപമുണ്ടോ ഇല്ലേ എന്നൊക്കെ ഇപ്പോൾ ഭയങ്കര ചർച്ച തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. 2 മൊല്ലാക്കാർ ഇരുന്നിട്ട് അതിൻ്റെയാണ് വാദപ്രതിവാദം നടത്തുന്നത്. ഇറയാനുക്ക് ഉരുവം ഇരിക്കുന്നതാ ഇല്ലയാന്ന്, അതായത് അള്ളാഹ്ക്ക് രൂപമുണ്ടോ ഇല്ലേ. ടോപ്പ് മോസ്റ്റ്, അത് നമുക്ക് എതിരിൽ വന്നിരുന്ന, നമുക്ക് ഇതിൽ മുനാദർ നടത്തിയ PJ ദൈനുലാബ്ദീൻ എന്ന് പറഞ്ഞ വലിയ പണ്ഡിതണ്ട്. അയാളാണ് ഒരു ഭാഗത്തുള്ളത്. അയാൾ പറയണത് അള്ളാഹ്ക്ക് രൂപമുണ്ട് എന്നാണ്. വേറൊരുത്തം പറയുന്നത് ഇല്ലയെന്ന്. അതിന് ആയത്ത് തോന്നുന്നു, ഹദീസ് തോന്നുന്നു, അതിൻ്റെ പേരിൽ നിറച്ച ആൾക്കാർ അതിൽ ചാലഞ്ചുകൾ നടക്കുന്നത്, ടെലിവിഷനിൽ
പ്രോഗ്രാമുകൾ നടക്കുന്നത്. അപ്പം ഒരാളോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞത്, 2 പണിയില്ലാത്തവന് ഒരു പണി ഉണ്ടായതാണ് അള്ളാഹ്ക്ക് രൂപ ഉണ്ടോ ഇല്ലെന്ന് വെക്കാനെന്ന് പറഞ്ഞു. 2 പണിയില്ലാത്ത മല്ലാക്കാർക്ക് പണി ഉണ്ടാക്കിയതാണ് അത് ആരോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാനിത് പറഞ്ഞു വരുന്നത്, ഇത് ഇവിടെ അത്ര പ്രശ്നമല്ലെങ്കിലും ബിംബാരാധകരൊക്കെ കൊണ്ടുവരുന്നത് അതിൻ്റെ പിന്നിലൊരു രൂപം അവർ കണ്ടിട്ടാണെന്നാണ്. ഇവിടെ അള്ളാഹു പറയുന്ന മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുമ്പിൽ വെച്ച ഒരു ഉസൂലുണ്ട്, ഒരു തത്വം. അള്ളാഹിനെക്കുറിച്ച് എന്ത് ചർച്ച വരുമ്പോൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയാണ്. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലത്തെ വേറെ ഒന്നില്ല. എന്ത് ചർച്ച കൊണ്ടുവരുമ്പോഴും അള്ളാഹിനെ പോലത്തെ വേറെ ഒന്നില്ല എന്നല്ല പറഞ്ഞാൽ ഉണ്ടെങ്കിൽ അത് അള്ളേ ആവൂല. പിന്നെ അള്ളാഹുവിനെ പോലെ തന്നെ ഒന്നുണ്ടെങ്കിൽ അപ്പൊ അതും അള്ളാഹിന്റെ മാതിരി തന്നെ ഒന്നായാലോ. പിന്നെ അതിനെ അള്ളാഹ്ക്കാലോ, എന്തിനാ മറ്റേ അള്ളാഹ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, ബുദ്ധിയല്ലല്ലോ അത്. അപ്പൊ അതുകൊണ്ട് അത് പിന്നീട് ചർച്ചയിൽ വരും, അപ്പൊ ഞാൻ എടുത്ത് പറയാം. മറ്റൊന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തു പറഞ്ഞ ഈ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, അതാണ് ഗുണങ്ങളുണ്ട്, അതിൻ്റെ അതേപോലെ തന്നെയുള്ള വേറെ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, അത് ഇങ്ങനെ ആയതുകൊണ്ട് അതും ഉണ്ടാവണല്ലോ എന്ന് അള്ളാഹിനെ വെച്ച് അളക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെയാണ്, അതുകൊണ്ട് നമ്മളങ്ങനെ ആയതുകൊണ്ട് അള്ളി അങ്ങനെ ആവണ്ടല്ലേ എന്ന് അള്ളാഹിനെ അളക്കാൻ കഴിയില്ല. അള്ളാഹിനെ വേറെ തന്നെ അളക്കേണ്ടി വരും, അള്ളാഹ് പറഞ്ഞതുപോലെ അളക്കേണ്ടി വരും. അള്ളാഹിൻ്റെ ഒരു സിഫത്തും മറ്റൊരു സിഫത്തിന് എതിരുമല്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ ഈ കാര്യത്തിലേക്ക് നീങ്ങാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് പോരാ ഓരോന്ന്. ഒന്ന് ഇല്ലത്തുലിൽ, അതായത് കാര്യകാരണ ബന്ധത്തിൻ്റെ അവസാനത്തെ കണ്ണി അള്ളയാണെന്നുള്ള വിശ്വാസം. അതിനെക്കുറിച്ച് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എതിർക്കുമ്പോൾ 2 സിഫത്തുകൾ അള്ളാഹുവിൻ്റെ അടുത്ത് പറഞ്ഞു. അത് ഹിന്ദുക്കളും അംഗീകരിക്കുന്നു, ക്രിസ്ത്യാനികളും അംഗീകരിക്കുന്നു, മറ്റെല്ലാ മതസ്ഥരും അംഗീകരിക്കുന്നു. ഒന്നെന്താണ്? അള്ളാഹു ഹക്കീമാണ്, അള്ളാഹു ഖദീറാണ്. ഹക്കീം എന്ന് പറയണമെങ്കിൽ ഹിക്മത്തോടുകൂടി യുക്തിജ്ഞനായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതായത് ബുദ്ധി വേണം അതിൻ്റെ പിന്നിൽ. ബുദ്ധി ഉണ്ടെങ്കിലല്ലേ ഹിക്മത്തോട് യുക്തിപരമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇല്ലത്തുൽ ഇലൽ അവസാനത്തെ കാരണമാണ് എന്ന് പറയുമ്പോൾ അവസാനത്തെ കാരണത്തിന് ബുദ്ധിയില്ല. നസീം അത് ലോജിക്കലാണിത് സ്ഥാപിക്കുന്നതെങ്കിൽ വളരെ വ്യക്തമാണ് സംഗതി. ഈ കാരണം എന്ന് പറയുന്ന സാധനത്തിന് ബുദ്ധിയില്ല. എന്തെങ്കിലും ഒരു കാരണത്തിൽ നിന്ന് തുടങ്ങി വെച്ചാൽ ആ കാരണത്തിൻ്റെ പിന്നിൽ ഒരു ബുദ്ധിയുള്ള ഒരാളുണ്ടെങ്കിലേ കാരണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അള്ളാഹു ഹക്കീമാണെങ്കിൽ കാര്യകാരണ ബന്ധത്തിൻ്റെ അവസാനത്തെ കണ്ണി എന്ന് പറയുന്നത് ആ കണ്ണി ബിൽ ഇരാദ എന്നാണ് മസീഹുവിൻ്റെ വാക്ക്. അതായത് ഒരു ഇരാദയോടുകൂടി ഒരു ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കണമെങ്കിൽ ബുദ്ധിശക്തി വേണം. അപ്പോൾ ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കാത്ത ആളെ ഹക്കീം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവസാനത്തെ ഒരു കണ്ണിയിലുള്ള കാരണം തന്നെ ഉണ്ടായതാണെങ്കിൽ ആ കാരണത്തിന് അള്ളാഹുവായിട്ട് എടുക്കുകയാണെങ്കിൽ, എല്ലാ വസ്തുവിൻ്റെ അവസാനത്തെ കാരണം അള്ളാഹാണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ പിന്നെ ഉദ്ദേശമില്ല, തന്നെ ഉണ്ടായതാണല്ലോ. അത് ഹക്കീമായ അള്ളാഹു ഇല്ലത്തുലിലിനെ, അതായത് കാര്യകാരണ ബന്ധത്തെ ഖണ്ഡിക്കുന്നു. വേറെ ഒന്ന് ഖദീർ എന്നുള്ള, രണ്ടോട് പറയുമ്പോൾ സംഗതി മനസ്സിലാവും. ഖദീർ എന്ന് പറഞ്ഞാൽ അറബിയിൽ പറയുന്നത്, ഉറുദുലതിന് തർജ്ജമ അന്താസ കർണ, ഒരു വ്യക്തമായിട്ടുള്ള നിർണയം നിർണയിച്ച് പ്രവർത്തിക്കുക. ഇത് ചൂടിന് എന്താവണം, തണുപ്പിന് എന്താവണം, ഈ കാലാവസ്ഥയിൽ ഇതിനെന്ത് ഗുണം ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ ഇന്ന സാധനമായിട്ട് ചേരുമ്പോൾ അതിനെന്ത് ഗുണം ഉണ്ടായിരിക്കണം എന്ന് ഒരിക്കലും അത് മാറിയിട്ടില്ല. ഇപ്പോൾ വെള്ളത്തിൽ ഉപ്പിട്ട് അത് കലങ്ങും. അത് വെള്ളത്തിൽ ഉപ്പിട്ട് കലങ്ങുമെന്ന് വിചാരിച്ച് കാറ്റിൽ ഉപ്പിട്ടാൽ കലങ്ങൂല. അപ്പോൾ വെള്ളത്തിന് അതിന് കലങ്ങാനുള്ള ഒരു നിർണിത നിയമവും കാറ്റിൽ അത് കലങ്ങാതിരിക്കാനുള്ള നിർണിത നിയമമുണ്ട്. ഈ നിയമം അനുസരിച്ചാണ് എല്ലാതും പടച്ചതെങ്കിൽ കംപ്ലീറ്റ് കാര്യങ്ങളെയും ഒരു നിർണിത ഗുണം അനുസരിച്ച് പടച്ചുവെങ്കിൽ ഏറ്റവും അവസാനമായിട്ടുണ്ടായിരുന്ന ഒരു കണ്ണിയുണ്ടല്ലോ, കാര്യകാരണ ബന്ധത്തിൻ്റെ അവസാനത്തെ കണ്ണി എന്നാണ്, അതിനും അതേപോലെ തന്നെ ഒരു നിർണിത നിയമം ഉണ്ടാവണം. ആ കണ്ണി പടക്കുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കണം. പിന്നെ അതിൻ്റെ മുമ്പ് എന്താണ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത ചർച്ചയിൽ വരുമ്പോൾ മനസ്സിലാവും. അതിന് മുമ്പ് ഈ അവസാന ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല, അതിൻ്റെ മുമ്പ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? കാര്യകാരണ ബന്ധത്തിൻ്റെ ലാസ്റ്റ് കൊണ്ടുപോയിട്ട് അല്ല എന്ന് നമ്മൾ പറയാണ്. അത് അല്ല. പക്ഷെ അള്ളാഹിൻ്റെ ശക്തി അവിടെ ഉണ്ട്. പക്ഷെ എന്തായിരുന്നു അതിൻ്റെ പിന്നിൽ എന്നുള്ളത് എങ്ങനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം അടുത്ത ചർച്ചയിലേക്ക് എത്തുമ്പോൾ മനസ്സിലാവും.
ഇനി പറയുന്നത് അള്ളാഹു ഈ ലോകം തന്നെ ഉണ്ടായി എന്നാണ്. അതിൽ അള്ളാഹിൻ്റെ പ്രത്യേകിച്ചിട്ടുള്ള ഒരു ഇത് ഹിന്ദുക്കളിലുള്ള ആര്യസമാജക്കാരിലുള്ള ഒരു വിശ്വാസമാണ്. ലോകം തന്നെ ഉണ്ടായി, അള്ളയും തന്നെ ഉണ്ടായി, അതിനാരും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അതിലുള്ള ആത്മാക്കളെ പരസ്പരം യോജിപ്പിക്കുകയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യൽ മാത്രമാണ് അള്ളാഹിൻ്റെ പണി. ഇതിനെ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഖണ്ഡിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മാലിക്യത്തും റഹീമിയത്തും എടുത്തുകൊണ്ടാണ് പറഞ്ഞത്. അള്ളാഹ് രണ്ട് സിഫത്ത്. മാലിക്യത്ത് പറഞ്ഞാൽ ഉടമസ്ഥത. തന്നെ ഉണ്ടായതാണെങ്കിൽ അള്ളാഹ്ക്കിൻ്റെ ഉടമസ്ഥനാവാൻ പറ്റില്ല. അതിനാരാ അള്ളാഹ്ക്കിയത്? ഇത് ഭൂമിയും പ്രപഞ്ചം തന്നെ ഉണ്ടായതാണെങ്കിൽ, റൂഹും തന്നെ ഉണ്ടായതാണെങ്കിൽ അള്ളയാണ് മാലിക്, അള്ളയാണ് ഉടമസ്ഥ എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അള്ള ഉണ്ടാക്കിയതാണെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹ്ക്കാർക്കെങ്കിലും വിറ്റതാണെങ്കിൽ, അള്ള പൈസ കൊടുത്ത് വാങ്ങിയാണെങ്കിൽ ശരി. വെറുതെ വന്നിട്ട് ഒരുത്തൻ ഞാനാണ് അതിൻ്റെ ആളെന്ന് പറയാൻ പാടില്ലല്ലോ, അത് ബുദ്ധിയല്ല. അപ്പോൾ ആ സിഫത്ത് നിലകൊള്ളുന്നവരെ ഒരിക്കലും അനാദിയാണ്, അള്ളയാണ് ഉടമസ്ഥനെന്ന് അംഗീകരിക്കുന്നുവെങ്കിൽ, അത് ഹിന്ദുക്കളും അംഗീകരിക്കുന്നു, ക്രിസ്ത്യാനികളും അംഗീകരിക്കുന്നു, മുസ്ലിങ്ങളും അംഗീകരിക്കുന്നു. അത് അംഗീകരിക്കുന്നുവെങ്കിൽ ഉടമസ്ഥാവകാശം ഉണ്ടെങ്കിൽ പിന്നെ ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത്രയും ശക്തിയായിട്ട് പറയുമ്പോൾ ആര്യസമാജം ദയാനന്ദ സരസ്വതിയൊക്കെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കാലമാണ്. ഒരു പരിഷ്കർത്താവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അംഗീകരിക്കുകയും മുസ്ലിങ്ങളിൽ വരെ ചിന്താക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും മുസ്ലിങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലത്താണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ഇത് പറയുന്നത് അനാദിയല്ല, അങ്ങനെ റൂഹും അനാദിയല്ല. ആണെങ്കിൽ അള്ളാഹ് ഉടമസ്ഥനല്ല, അള്ളാഹ് മാലിക്കാണെന്ന് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ സിഫത്ത് അള്ളാഹു പറഞ്ഞ റഹീമിയത്താണ്. റഹീമിയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണം അത് മറ്റവർക്കുണ്ട്. നമ്മളൊരു പ്രവൃത്തി ചെയ്താൽ അതിന് പ്രതിഫലം കൊടുക്കുന്നതാണ്. മാലിക് അല്ലാത്തവന് പ്രതിഫലം കൊടുക്കാൻ പറ്റില്ല. അള്ളാഹിൻ്റെ ഉടമസ്ഥയിൽ ഒന്നുമില്ലെങ്കിൽ പിന്നെ അള്ളാഹ് ഇവിടെ നിന്നെടുത്ത് പ്രതിഫലം കൊടുക്കുന്നത്. അതിന് ഖലീഫത്ത് മസീഹ് സാനി ഒരു ചൊല്ല്, ഉറുദുവിലുള്ളൊരു ചൊല്ല് തമാശയ്ക്ക് എടുത്ത് പറഞ്ഞു. അതിന് ഹുസൂർ പറഞ്ഞു, ഹൽവായി കി ദുക്കാൻ പർ ദാദാജി കി ഫാത്തിയ എന്നാണ്. അതായത് ഒരുത്തന് ദാദാജിക്ക് ഫാത്തിയ നടത്തണം, അത് വല്യപ്പാനെ മരിച്ചിട്ട് ഫാത്തിയ നടത്തണം. അപ്പോൾ അവന് കഞ്ചൂസാണ്, ചിലവാക്കാൻ പറ്റില്ല, അങ്ങനത്തെ പിശുക്കനാണ്. അപ്പോൾ എന്ത് ചെയ്ത് ഹൽവാജി മുട്ടായി വെക്കുന്ന കടയിൽ ബേക്കറി പോയിട്ട് ഇരുന്നിട്ട് എല്ലാ മൂല്യരോട് പറഞ്ഞ ഫാത്തിയല്ലാണ്. അപ്പോൾ മൂല്യർ എന്ത് ചെയ്ത് ഏതായാലും എന്തെങ്കിലും കിട്ടാതിരിക്കില്ലെന്ന് വെച്ചാൽ ചെല്ലി കഴിഞ്ഞപ്പോൾ ചങ്ങായി നീച്ചോവും ചെയ്തു. അപ്പോൾ ഇതേമാതിരി ഇയാൾ വന്ന് ഫാത്തിയ നടത്തി വല്ലവൻ്റെ പീടിയും ബേക്കറിയിൽ ഇരുന്ന് ഫാത്തിയ നടത്തിയ പോലെ ജനങ്ങൾക്ക് പ്രതിഫലം കൊടുക്കാൻ അയാളുടെ കയ്യിൽ വല്ലതും വേണ്ടേ പടച്ചോൻ്റെ അടുത്ത്? പടച്ചോ റഹീമ അല്ലെങ്കിൽ, റഹീമായതുകൊണ്ട് അള്ളാഹു മാലിക് ഈ നിലയിൽ വരുന്ന ഒരള്ളയാണെങ്കിൽ അള്ളാഹ്ക്ക് പ്രതിഫലം കൊടുക്കാൻ നിവൃത്തി ഉണ്ടാവില്ല. അള്ളാഹ് ആദ്യമുണ്ട്, പ്രപഞ്ചം ആദ്യം ഉണ്ടെങ്കിൽ അള്ളാഹിൻ്റെ ഉടമസ്ഥാവകാശമില്ല, അള്ളാഹ്ക്ക് പ്രതിഫലം നൽകാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹ്ക്ക് അള്ളയാവാൻ പറ്റൂല എന്ന്. ഇതെല്ലാം ലോജിക്കലാണ് പറയുന്നത്. ഇത്തരം സിദ്ധാന്തങ്ങൾ, അള്ളാഹുവിനെതിരെയുള്ള സിദ്ധാന്തങ്ങൾ, ഇതിപ്പം അള്ളേ ആദ്യമുണ്ട് നമ്മളും ആദ്യമുണ്ട് എന്ന് പറയുന്ന ഒരാൾക്ക് അള്ളാഹിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത്. അവിടെയാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ലോജിക്കലായിട്ട് ഈ കാര്യം എടുത്ത് കൈകാര്യം ചെയ്യുന്നത്. നാലാമത്തെ ഒന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റഹീമിയത്തിന് തന്നെ എതിരുള്ള ആളുകൾ. ഇത് കുറച്ച് ഇതുവരെ കേട്ടെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളിൽ ഇത് നേരിട്ട് ജീവിതത്തിൽ വരുന്നൊരു സംഗതിയാണ്. അതായത് അള്ളാഹു പാപങ്ങളെ പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീതിയാവില്ല ഒരു വിശ്വാസം ക്രിസ്ത്യാനികൾക്കുള്ള അടിച്ച വിശ്വാസം. അതുകൊണ്ടാണല്ലോ യേശുവിനെ രണ്ടാമത് കുരിശുമരണത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ഗതികേട് വന്നത്. ഏതായാലും അള്ളാഹു പുറത്തു കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ അള്ളാഹുവിന് പ്രശ്നമല്ല. പക്ഷെ അള്ളാഹുവിൻ്റെ റഹ്മാനിയത്തിനെയാണ് നിഷേധിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ അള്ളാഹ് കാരുണ്യം ചെയ്യുന്നവനാണെന്നുള്ളതിന് വിശ്വസിക്കുകയാണ്. അതിനെ മസീഹ് മൗഊദ് വളരെ ലോജിക്കലായിട്ടാണ് എതിർത്തത്. അതിൻ്റെ പിന്നിൽ മസീഹ് മൗഊദ് എന്താണ് ലോജിക്ക്, നമ്മളൊരാളോട് ഒരു കാര്യം പറയുമ്പോൾ എന്തിനൊക്കെയാണ് സ്വീകരിക്കേണ്ടതെന്ന് ആദ്യം മസീഹ് മൗഊദ് അടിത്തറട്ട്. മതപരമായിട്ടുള്ള പ്രമാണങ്ങൾ എന്തുദ്ധരിച്ചാലും ബുദ്ധി അംഗീകരിക്കണില്ലേ ഞാൻ അംഗീകരിക്കില്ല, ആരും അംഗീകരിക്കില്ല, ഞാനല്ല ലോകത്ത് ആരും അംഗീകരിക്കില്ല. അതിനുശേഷം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, നിങ്ങൾക്ക് കണ്ണ് മൂക്ക് ഇതൊക്കെ തന്നതേ നിങ്ങളെന്തെങ്കിലും ചെയ്തിട്ടാണോ വെച്ച്? ഒന്നും ചെയ്യാതെ ഇതൊക്കെ തരാമെങ്കിൽ അള്ളാഹ്ക്ക് എന്തുകൊണ്ട് പുറത്തു കൊടുത്തൂടാ? റഹ്മാനായ അള്ളാഹ് നമ്മളൊന്നും പ്രവർത്തിക്കാതെ ഇതൊക്കെ തന്ന അള്ളാഹ്ക്ക് പുറത്തു കൊടുക്കുന്നതിൽ ആരാണ് പിന്നെ തടയാൻ നിൽക്കുന്നത്? ചെയ്ത പാപല്ലേ പുറത്തു കൊടുത്തുള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇസ്ലാം ഒരിക്കലും ആദിൽ എന്ന അള്ളാഹിൻ്റെ ഗുണനാമം എവിടെയില്ല, മതവേദ ഗ്രന്ഥങ്ങളിലും ഇല്ല എന്ന് പറഞ്ഞു മസീഹ്.
ഭയങ്കര വലിയൊരു വൈജ്ഞാനിക വശമാണ് പൊട്ടിച്ചത്. അള്ളാഹുവിനെ നീതിമാൻ എന്നെവിടെയും പറഞ്ഞിട്ടില്ല. അത് പിന്നീട് വന്ന ആൾക്കാർ ചേർത്തതാണ്. അള്ളാഹ് ചെയ്യാറുള്ളത് നീതിയാണ്. നീതി ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ റഹ്മാനിയത്താണ് പ്രവർത്തിക്കുന്നത്, റഹീമിയത്താണ് പ്രവർത്തിക്കുന്നത്. കരുണയോടുകൂടി ആ കാര്യങ്ങൾ ചെയ്യുന്നു. പുറത്തു കൊടുക്കുമ്പോഴും മാലിക്കായ അള്ളാഹ്ക്ക് പുറത്തു കൊടുക്കാൻ പ്രശ്നം അള്ളാഹിൻ്റെ ആണത്. അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പുറത്തു കൊടുക്കുക. ആരും ആരോടൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല. അള്ളാഹ് കരുണ ചെയ്തുകൊണ്ട് പുറത്തു കൊടുക്കുക. അള്ളാഹ് റഹ്മാനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ നീതിമാൻ എന്ന സിഫത്ത് അള്ളാഹ് ഖുർആൻ എവിടെയും പരിചയപ്പെടുത്തിയില്ല. മതവേദ ഗ്രന്ഥങ്ങളിൽ വ്യക്തമായിട്ട് അതിനൊരു തെളിവില്ല. പിൽക്കാലത്ത് വന്ന തെളിവുകളല്ലാതെ മറ്റൊന്നും ഇതിനകത്ത് കിട്ടില്ല. അപ്പം നീതിമാനാണെങ്കിൽ അയാൾക്ക് മാലിക്കാവാൻ പറ്റില്ല. കാരണം പബ്ലിക്കിൻ്റെ ഒരു നീതിമാനായിട്ടൊരു ജഡ്ജി മറുപടി പറയുമ്പോൾ പബ്ലിക്കിനാൽ അയാൾ ഏൽപ്പിക്കപ്പെട്ട ആളാണ്. അപ്പോൾ വേറൊരുത്തൻ്റെ നീതിയെ നിഷേധിക്കാൻ അയാൾക്ക് നിവൃത്തി ഉണ്ടാവില്ല. പക്ഷെ അള്ളാഹിനെ വേറെ ആരും ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹിൻ്റെ തന്നെയാണത്. അള്ളാഹ്ക്ക് വേറെ ഒരാളോട് ഉത്തരം പറയേണ്ട ഗതികേടില്ല. പുറത്തു കൊടുക്കുന്നവനും കരുണ ചെയ്യുന്നതും. ഇപ്പോൾ ഒരാൾ പറയണേ ഞാൻ എന്നോട് തെറ്റ് ചെയ്തിട്ട് എന്തിനാണല്ലോ പുറത്തു കൊടുത്തതെന്ന് ചോദിച്ചാൽ നിനക്ക് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ അതിനേക്കാൾ വലുതാണ്. അതെന്തിനാ അന്നൊന്നും കിട്ടു ചോദിച്ചാൽ കുടുങ്ങിയില്ലേ? ഒരിക്കലും നിലനിൽക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്കായിരിക്കും അപ്പോൾ പോവുക. ഇനി മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഖാലിക്കിയത്തെ ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് തുടങ്ങിയത് എന്നുള്ളൊരു ഇതുണ്ട്. അതായത് അള്ളാഹ് സൃഷ്ടിപ്പ് തുടങ്ങിയത്, നമ്മൾ ലോകം ഉണ്ടായത് എപ്പോഴാണെന്ന് ആലോചിച്ചിട്ട് ഇത്ര ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണെന്ന് പറഞ്ഞിട്ട് സ്ഥലത്തെത്തുന്നുണ്ട്. മസീഹ് അതിനെ ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന സമയത്തുണ്ടായി. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അനാദിയല്ല എന്ന് പറഞ്ഞു. ഇത് രണ്ടുകൂടെ ലോജിക്കിലെത്തുമ്പോൾ കുറച്ചുകൂടെ മുട്ടുന്നൊരു സ്ഥലമാണ്. അനാദിയല്ല എന്ന് പറയുന്നത് പോലെ തന്നെ മസീഹ് പറയണ ഒരു പ്രത്യേക സമയത്തുണ്ടായതാണ് ഖാലിക്കിയത്ത്, അള്ളാഹിൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം അള്ളാഹുവിൻ്റെ ഒരു സിഫത്തും താഅത്തുലാവുകയില്ല. അതായത് അള്ളാഹുവിൻ്റെ ഒരു സിഫത്തും പണിയില്ലാതിരിക്കുന്ന ഒരു സിഫത്തും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തും. അപ്പം അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ന ദിവസം പോലാണ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പ് അള്ളാഹ് വെറുതെ തിരിക്കരുതെന്ന് പറയേണ്ടി വരും. അള്ളാഹ്ക്ക് പണി എന്തിരുന്ന്? അപ്പോൾ അള്ളാഹിൻ്റെ ബാക്കി പണിയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഒരു സിഫത്തും പ്രവർത്തിച്ചിട്ടില്ല എന്നാണ്. നമുക്ക് പരിചയപ്പെടുത്തിയ 100 105 സിഫത്തുകളുണ്ട്. ആ സിഫത്തുകളൊക്കെ അവിടെ പ്രവർത്തിക്കണം എല്ലാ സമയത്തും. ഒരു നിമിഷം പോലും ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ബറാഹിൻ അഹമ്മദിൽ അതിശക്തമായിട്ട് എടുത്തു പറയുന്ന സംഗതി, അങ്ങനെ അള്ളാഹു ഇന്ന സമയത്താണ് തുടങ്ങിയതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പ് അള്ളാഹ് ഉണ്ടാതിരുന്നു എന്ന് പറയേണ്ടി വരും. അത് പറയാൻ നിവൃത്തിയില്ല. കാരണം അള്ളാഹിൻ്റെ എല്ലാ സിഫത്തുകളും അപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അവ രണ്ടിനും കൂടി ഇടയിൽ അനാദിയുമല്ല, ഒരു സമയവും ഇല്ല. പിന്നെ എവിടെയാണ് അള്ളാഹ് നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെയാണ് ഹസരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് പറഞ്ഞു തന്നതിനെ എടുത്തു പറയുന്നത്. ഞാനിത് മുസ്ലിം മൗഊദിൻ്റെ ഉദ്ധരണിയോട് കൂടി എടുത്തു പറയാനുള്ള കാരണം, ഖലീഫത്തുൽ മസീഹ് ഇപ്പോൾ ഖുത്ബയിൽ മസീഹ് മൗഊദിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മുസ്ലിം മൗഊദിന് എടുത്തു പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടും എന്ന് പറഞ്ഞപ്പോൾ ഞാനതിന് മനസ്സിലാക്കിയത് നോട്ട് ഷെയർ ചെയ്യാം. മസീഹ് മൗഊദിനെ നേരിട്ട് കാണുകയും മസീഹ് മൗഊദ് എഴുതിയ ഗ്രന്ഥങ്ങൾ അതാത് സമയത്ത് വായിക്കുകയും മസീഹ് മൗഊദിൽ നിന്ന് നേരിട്ട് ആ കാര്യങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത ആളായിരുന്നു മുസ്ലിം മൗഊദ്. അതുകൊണ്ട് തന്നെ മസീഹ് മൗഊദിൻ്റെ ഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് ബറാഹിൻ അഹമ്മദിയുടെ ഭാഗങ്ങൾ മുസ്ലിം മൗഊദ് വിവരിക്കുമ്പോൾ ആ കാലഘട്ടത്തിലുണ്ടായ മാറ്റങ്ങളെയും അതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ആളാണ് പറയുന്നത്. അത് സാധാരണ ഒരാൾ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് നമുക്ക് മുസ്ലിം മൗഊദിലൂടെ അത് മനസ്സിലാക്കുമ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് വരുന്നത്. സഫറുല്ലാ ഖാൻ സാഹിബിനോട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു ബറാഹിൻ അഹമ്മദിയ മുസ്ലിം മൗഊദ്. അപ്പം സഫറുല്ലാ ഖാൻ സാഹിബ് പറഞ്ഞത്, നിങ്ങളെനിക്ക് ക്ലാസ് എടുത്ത് തരികയാണെങ്കിൽ ചെയ്യാമെന്നാണ്. അപ്പം ഈ ഗ്രന്ഥം വായിക്കണം എന്ന് പറയാൻ എളുപ്പമുണ്ട്. മുസ്ലിം മൗഊദ് തന്നെ പറഞ്ഞത് ഞാൻ 3 പേജിൽ കൂടുതൽ വായിക്കാറില്ല ഒരു ദിവസം എന്നാണ് ബറാഹിൻ അഹമ്മദിയ. അപ്പോൾ ഈ ചർച്ചകൾ മുസ്ലിം മൗഊദ് നമുക്ക് സരളമാക്കി തരികയാണ് ചെയ്തത്. അവിടെ അള്ളാഹുവിൻ്റെ സിഫത്തിനെ കുറിച്ച് ഒരിക്കലും അത് അവസാനിക്കാതെ എന്നും നിലനിർത്തുന്നതാണ് എന്ന് വരുമ്പോൾ, അതായത് ഒരു ഹദ്ദൈനില്ല, കോടിക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇത് തുടങ്ങിയതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കോടാനകോടി കൊല്ലങ്ങൾക്ക് മുമ്പാണ് തുടങ്ങിയത്, അതിൻ്റെ മുമ്പ് എന്തിനും അള്ളാഹ്ക്ക് പണിയെന്ന് ചോദിക്കാം. മുസ്ലിം അതാണ് ചോദിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഒരു സിഫത്തും ഒരിക്കലും ഇല്ലാതായിട്ടില്ല. അത് ഒരു പുതിയൊരു കാര്യമായിരുന്നു മുസ്ലിം അത് എടുത്തു വെച്ചത്. ഒരു സിഫത്തും ലോകത്ത് ഒരു നിമിഷം പോലും പ്രവർത്തിക്കാതിരിക്കുന്നില്ല.
നിങ്ങൾ നിമിഷങ്ങളെ വീണ്ടും മൈക്രോ സെക്കൻഡുകളിലേക്ക് വീണ്ടും വിഭജിച്ചാലും ഏതെങ്കിലും ഒരു സിഫത്ത് ഒരു നേരത്തും പ്രവർത്തിക്കാതിരിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു സിഫത്തും ഒരു സമയത്തുമില്ല. അള്ളാഹുവിൻ്റെ സിഫത്തുകളെ കുറിച്ച് പഠിക്കുന്നതിൻ്റെ ആ വ്യാപ്തിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എല്ലാ സിഫത്തുകളും എല്ലാ സമയത്തും നമ്മളുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം പ്രപഞ്ചത്തിൽ ബന്ധപ്പെട്ട് നമ്മൾ ബന്ധപ്പെടണം. പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹിൻ്റെ എല്ലാ സിഫത്തുകളും എല്ലാ സമയത്തും നമ്മുടെ മുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തു പറയുമ്പോൾ ഒരിക്കലും ഇതിനൊരു അവസാനമായിട്ട് എടുത്തു പറയാൻ നിവൃത്തിയില്ല. അതിനെ മസീഹ് പ്രയോഗിച്ച 2 വാക്കുകളുണ്ട്. സൃഷ്ടിക്ക് ഖദാമത്തെ നൗഇ ആണ് ആവശ്യമെന്നും ഒരു ഖദാമത്തെ ജാത്തി ഒരു വസ്തുവിനും ഇല്ല. 2 ടെക്നിക്കൽ ടേമുകളാണിത്. അതായത് ഈ സാധനങ്ങൾ നമ്മൾ ഇന്ന സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ. സൃഷ്ടാവ്, സൃഷ്ടി 2 എണ്ണം. സൃഷ്ടാവ് ഏതായാലും ആദ്യം ഉണ്ടാവണം, സൃഷ്ടി പിന്നീട് ഉണ്ടാവാൻ പറ്റുള്ളൂ. അതൊരു ലോജിക്കാണ്. ഇത് സൃഷ്ടിക്കുണ്ട്. സൃഷ്ടി എവിടുന്നാണ് ഉണ്ടായെന്നുള്ളത് പിന്നെ സൃഷ്ടാവ് ഉണ്ടായതിന് ശേഷമാണ് ഉണ്ടായതെന്ന് ഉറപ്പാണ്. അതിന് യാതൊരു സംശയവുമില്ല. അതേ സമയത്ത് പിന്നെ ഒരു പ്രത്യേക പോയിന്റിൽ വെച്ച് നമുക്ക് തുടങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ സൃഷ്ടി ഉണ്ടായി എന്നുള്ളതൊക്കെ നമുക്ക് ചില ലൈസ കമിസ്ലി ചെയ്യുന്നു. അതുപോലത്തെ വേറൊന്നില്ല. ഉണ്ടാകലും സമയവും സ്ഥലവും സൃഷ്ടിക്കുള്ളതാണ്. സ്ഥലത്തെയും സമയത്തെയും കുറിച്ചുള്ള നിർവചനമായിട്ടുള്ള ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖലീഫത്തുൽ സാനി ഈ സ്പീച്ച് നടക്കുന്ന കാലത്ത് പറയുന്ന ഐൻസ്റ്റീൻ്റെ തത്വത്തെ വീണ്ടും ചർച്ച ചെയ്യുകയും ഇതിനേക്കാൾ കൂടുതൽ സ്ഥലത്തെയും സമയത്തെയും മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹുസൂർ അന്ന് പറയുമ്പോൾ അതൊന്ന് ഒരുങ്ങിയിട്ടുണ്ട് ഒരു പരിധിവരെ. സമയം എന്താണെന്ന് നിർവചിക്കുന്നുണ്ട്, സ്ഥലത്തെയും നിർവചിക്കുന്നുണ്ട്, അതിൻ്റെ കോണുകളെക്കുറിച്ചും അതിൻ്റെ വീക്ഷണങ്ങളെക്കുറിച്ചും വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല തൻ്റെ റവല്യൂഷൻ റേഷണാലിറ്റിയിൽ അതിനെക്കുറിച്ച് സവിസ്തരം ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ സമയവും സ്ഥലവും സൃഷ്ടികൾക്കാണ് ബാധകം. സൃഷ്ടാവ് ലൈസ കമിസ്ലി ഷൈഉൻ എന്ന് പറഞ്ഞ് സമയവും സ്ഥലവും ഇല്ലാത്ത ഒരു സൃഷ്ടിയില്ല. അതുകൊണ്ട് തന്നെ സമയവും സ്ഥലവുമുള്ള സൃഷ്ടികളെപ്പോലെ അള്ളാഹുവിനാവാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു ആരംഭമോ അള്ളാഹുവിൻ്റെ സിഫത്തുകളുടെ ആരംഭമോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പേ അതുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിൽ എത്തുന്നതിൻ്റെ ലക്ഷോപലക്ഷം കൊല്ലങ്ങൾക്ക് മുമ്പേ ഇക്കാര്യമുണ്ട്. അതുകൊണ്ട് അതിന് പൂർണ്ണമായിട്ടുള്ള സംഗതികൾ നമ്മുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളുകയില്ല എന്ന് വിശ്വസിക്കലാണ് ബുദ്ധി. അതായത് ലോജിക്കായിട്ട് 2 കാര്യങ്ങൾ. ഒന്ന്, ബുദ്ധി നിഷേധിക്കുന്ന കാര്യമുണ്ട്, ബുദ്ധി ഉൾക്കൊള്ളാത്ത കാര്യമുണ്ട്. ഇപ്പോൾ സംഖ്യ എണ്ണുകയാണെങ്കിൽ കോടാനകോടി എത്ര എണ്ണിയാലും അതിൻ്റെ അറ്റത്തേക്ക് എത്തൂല. അത് ബുദ്ധിയിൽ ഉൾക്കൊള്ളാത്ത സാധനമാണ്. പക്ഷേ 1, 2, 3 എന്നുള്ള ബുദ്ധി നിഷേധിക്കാത്ത കാര്യമാണ്. ബുദ്ധി നിഷേധിക്കുന്ന കാര്യത്തെയും ബുദ്ധി ഉൾക്കൊള്ളാത്ത കാര്യത്തെയും രണ്ടിനെയും രണ്ടായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. ബുദ്ധി നിഷേധിക്കുന്ന കാര്യമാണ് സൃഷ്ടാവ് എപ്പോൾ ഉണ്ടായി എന്നുള്ളതിൻ്റെ ചോദ്യം. കാരണം സൃഷ്ടാവ് അതിൻ്റെ അപ്പുറത്തും ഉണ്ടാവണം. കാലവും സമയമില്ല. നമുക്ക് നിർണ്ണയിക്കുന്നത് നമ്മൾ ഉണ്ടായതിനു ശേഷമാണ്. ഭൂമി ഇതൊക്കെ ഉണ്ടായതിനു ശേഷമാണ്. സമയത്തെയും കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്നത് പ്രപഞ്ചം ഉണ്ടായതിനു ശേഷമാണ്. അപ്പോൾ നമുക്ക് കാലത്ത് അവിടെ കൊണ്ടുവെക്കാൻ പറ്റും. അത് ബുദ്ധി നിഷേധിക്കാത്ത കാര്യമാണ്, പക്ഷെ ബുദ്ധി ഉൾക്കൊള്ളാത്ത കാര്യം കൂടിയാണ്. ഇതാണ് യഥാർത്ഥ ലോജിക്ക് എന്ന്, അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കാനുള്ള ലോജിക്ക് എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ബയാനാമതയിൽ എടുത്തു പറയും. ഇതിൻ്റെ ഒരുപാട് കുറച്ചുകൂടെ വശങ്ങൾ ഞാൻ ഇന്നേരം അത് പറഞ്ഞ അടുത്ത ക്ലാസ്സിന് ശേഷം അതിന് ബാക്കി കാര്യങ്ങൾ എടുത്തു പറയും. കാരണം സമയത്തെയും സ്ഥലത്തെയും നിർവഹിച്ചതിന് ശേഷമാണ് ഈ കാര്യം എടുത്തു പറയുമ്പോഴാണ് കൂടുതൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കുക. ഞാൻ ഇന്ന് ഇതിൻ്റെ മറ്റൊരു വശത്തിലേക്കാണ് നീങ്ങാൻ ഉദ്ദേശിക്കുന്നത്. 6 കാര്യങ്ങളാണ് നമ്മളിപ്പം ചർച്ച ചെയ്തത്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വെച്ച് നിശ്ചയിച്ചിട്ടുള്ള, അതായത് അള്ളാഹ് ആരായിരുന്നു എന്ന് വിശദീകരിക്കുമ്പോൾ നമ്മുടെ മുമ്പാകെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഈ അള്ളാഹുമായിട്ട് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മറ്റൊരു കാര്യം എടുത്തു വെച്ചത്, ഇനി 4 കാര്യങ്ങളൂടെ ഉണ്ട്. അതിൽ 3 കാര്യങ്ങൾ ഇപ്പം ചർച്ച ചെയ്യണമെന്ന് സമയം നോക്കുമ്പോൾ അത് ഒരുപാട് കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് അതെടുത്ത് പറയാം. ഇപ്പം എനിക്ക് പറയാനുള്ളത്,
ഈ അള്ളാഹുവിന് നമ്മുടെ ജീവിതത്തിൽ എന്താണ് റോള് എന്ന് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തു പറയുന്നുണ്ട്. ആ റോള് മനസ്സിലാക്കാൻ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ ഉപദേശിക്കുമ്പോൾ പറയുന്നത്, ആ അള്ളാഹുവിനെ സ്വന്തം ജീവിതത്തിൽ വ്യക്തമായിട്ട് മനസ്സിലാകാനുള്ള ഒരേ ഒരു കാരണം, അത് പെട്ടെന്ന് നമുക്ക് അള്ളാഹുവിനെ കിട്ടാനും അള്ളാഹുവിനെ ഒഴിവാകാതിരിക്കാനുള്ള കാരണം. ഇപ്പോൾ പാപങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, പലരും ചെയ്യുന്നുണ്ട്. ആരും ചെയ്യാത്ത പ്രവാചകന്മാരല്ലാത്ത എല്ലാവരും ചെയ്യും. പക്ഷേ ഈ പാപങ്ങൾ ഓരോന്നും അള്ളാഹ് പിടിക്കാറില്ല എന്ന് നമുക്കും അറിയാം. ഖുർആനിലൊരു ആയത്ത് തന്നെയുള്ളത്, ഭൂമിയിൽ ഒരു ജീവി അവശേഷിക്കില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ പാപം ചെയ്തിട്ടില്ലേ ഭൂമിയിൽ നമ്മളെ പാപങ്ങളെ പിടിക്കാൻ നിന്നാൽ ഭൂമിയിലെ ജീവി എന്ത് കാട്ടിയെന്ന് ചോദിക്കാണ്ട്. ഭൂമിയിൽ ജീവി അവശേഷിക്കില്ല എന്ന് പറയണ്ടല്ലോ, ഭൂമിയിൽ മനുഷ്യനെ അവശേഷിക്കില്ല എന്ന് പറയാം. ഓരോ പാപങ്ങളും നമ്മൾ ചെയ്തതിനെ പിടിക്കാൻ മെനക്കെട്ടാൽ ഭൂമിയിലെ ഒരൊറ്റ ജീവിയും അവശേഷിക്കുന്നില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. മസീഹ് മൗഊദ് വളരെ ശക്തമായിട്ട് ഈ ആയത്തെടുത്ത് പറയുന്നു. എന്താ പറയാൻ കാരണം എന്നറിയാം? അറിയാതെ ചെയ്യുന്നതിനൊക്കെ പിടിക്കുകയാണെങ്കിൽ ജീവനെയും കൊല്ലേണ്ടി വരില്ലേ? അവറ്റക്കും അറിയില്ലല്ലോ ഒന്നും. പോത്തിനും ആടിനും എരുമക്കും കുതിരക്കും അവരെന്തുകൊണ്ട് പാപം ചെയ്യുന്നതെന്ന് അറിയാതെ ചെയ്യാണ്, അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളാണ്, അവരുടെ നിർബന്ധിത അവസ്ഥകളാണ്. അതുകൊണ്ട് അതിനെയൊക്കെ അള്ളാഹ് പിടിക്കേണ്ടി വരില്ല. നമ്മളും അതേപോലെയുള്ള ആൾക്കാരൊക്കെ പിടിച്ചാൽ. അതുകൊണ്ട് അള്ളാഹു നമ്മളെ പിടിക്കുന്നില്ല. പാപഭംഗിലമായ ജീവിതത്തിന് ഓരോന്നിനും അള്ളാഹ് കണക്ക് ചോദിച്ചാൽ ഭൂമിയിൽ എല്ലാ ജീവിനെയും അള്ളാഹ് പിടിക്കും എന്ന് പറയേണ്ടായ കാരണം, ആ ജീവികളെ പിടിക്കാത്തതുപോലെ തന്നെയാണ് അള്ളാഹു സൃഷ്ടികളെ നമ്മളെയും പിടിക്കാത്തത്. ദാബത്തുൻ മിനൽ അർളി എന്നാണ്, ഭൂമിയിലൊരു ഒറ്റ കീടം പോലും അവശേഷിക്കുകയില്ല. നമ്മൾ പാപം ചെയ്യുമ്പോൾ അള്ളാഹു പിടിക്കുന്ന കാര്യം അടുത്ത ക്ലാസ്സിലേക്ക് അത് എത്തുള്ളൂ, മൂന്നുകൂടെ പറഞ്ഞതിന് ശേഷം എടുത്ത് പറയാം. പക്ഷെ ഒരു വാക്ക് അതിൽ അള്ളാഹിനോടുള്ള ആ സ്നേഹം നമുക്ക് ഇത്രയും മസീഹ് അലൈഹി സ്വലാത്തു അള്ളാഹുവിനെ എന്തിനു നമുക്ക് പറഞ്ഞു തരുന്നു എന്നുള്ളതാണ്. ഈ അള്ളാഹുവിനെ കുറിച്ച് നമുക്കറിയാത്തൊരു കാര്യം നമ്മൾ ചെയ്താൽ അതിന് അള്ളാഹ് നമ്മളൊന്നും ചെയ്യൂല. അത് അള്ളാഹിൻ്റെ നിയതിയിലുള്ളതല്ല. നമ്മൾ നിർബന്ധിതമായിട്ട്, നിർബന്ധം നമ്മൾ ഉണ്ടാക്കണം. ഞാൻ ലാസ്റ്റ് അതിൻ്റെ പോയിന്റ് പറയുമ്പോൾ നമുക്ക് നിർബന്ധം എന്താ മനസ്സിലാവും. നിർബന്ധിതമായിട്ടൊരു സംഗതിയിൽ പോയി പെട്ടാലും അള്ളാഹു നമ്മളെ പിടിക്കുന്നില്ല. നമ്മളുടെ ആദത്ത് കൊണ്ട്, നമ്മളുടെ സ്വഭാവശീലങ്ങൾ കൊണ്ട് അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകളുടെ അയിമ അള്ളാഹ് പിടിക്കുന്നില്ല. പിന്നെ പിടിക്കണ എന്തിനാണ്? പിന്നെ ഇപ്പം എന്തിനാണ് നമ്മളെ പിടിക്കണത്? നമ്മളെ മനഃപൂർവ്വം ഒഴിഞ്ഞിക്കണെന്ന് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെയല്ല, ബോധപൂർവം ഒരു പാപം ചെയ്താൽ അതിനെയാണ് അള്ളാഹ് പിടിക്കണത്. നമുക്കറിയാം പാപമാണ്, ഞാനിത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കുന്നതിനെയാണ് അള്ളാഹു നമ്മളെ ശിക്ഷിക്കുന്നത്. അതിനനുഭവിച്ചേ പറ്റൂ. പക്ഷെ അതൊന്നും രക്ഷപ്പെടാൻ അള്ളാഹ്ക്ക് ഒരു അവസ്ഥ വേണമല്ലോ നമുക്ക്. ഈ അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ 2 സിഫത്തുകളാണ് ഏറ്റവും പ്രധാനമായിട്ട് അള്ളാഹ് വെച്ചിട്ടുള്ളത്. അങ്ങനെ 2 എണ്ണമാണ് എല്ലായിടത്തും ഉള്ളത്. ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്നേഹം ഉണ്ടാകുന്ന സിഫത്തുകൾ, ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാകുന്ന സിഫത്തുകൾ. നമ്മളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ 2 കാര്യം നമ്മുടെ മുമ്പിലുള്ളൂ. ഒന്നുകിൽ അള്ളാഹുവിൻ്റെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടും എന്നുള്ള ബോധം. ഇത്രയും എന്നോട് ചെയ്ത അള്ളാഹു, ഇത്രയും എന്നെ കാത്തു നിൽക്കുന്ന അള്ളാഹു, അവനേക്കാൾ കൂടുതൽ എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല. നമുക്ക് ജീവിതത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നൊരു സംഗതിയുണ്ട്. മസീഹ് മൗഊദ് തൻ്റെ മൽഫൂദാത്തിലെടുത്ത് പറഞ്ഞൊരു സംഗതിയാണ്. ആരെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്നും വിശ്വസിക്കാവുന്ന സ്നേഹം നിലകൊള്ളുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ വാപ്പയും ഉമ്മയാണ്. അത് ഇസ്ലാമിൻ്റെ ഒന്നുകൂടെ അടുത്ത് പറഞ്ഞ ഉമ്മയാണ് ഏറ്റവും കൂടുതൽ ഒരാളെ സ്നേഹിക്കുന്നത്. അതിനാരെങ്കിലും നമ്മളോട് തർക്കിക്കാൻ വരികയാണെങ്കിൽ നീ ആരെയെ സ്നേഹിക്കുന്നത് അങ്ങോട്ട് ചോദിച്ചാൽ, മക്കളെയാണ് സ്നേഹിക്കുന്നത്. ഒരിക്കലും മക്കളോ നമ്മുടെ മറ്റ് ബന്ധങ്ങളോ, ഞാൻ ബന്ധങ്ങൾ പറഞ്ഞ ആരെങ്കിലും എന്നോട് ദേഷ്യം പിടിച്ചൊന്നും പിടിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, മാതാവിനെ പോലെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല. ആ സ്നേഹ മസണമായ കരണങ്ങൾക്കുള്ള ശക്തിയും വേറെ ഒന്നിനുമില്ല. നിങ്ങൾ എന്ത് തന്നെ പ്രശ്നം ഉണ്ടെങ്കിലും ഒരു വേദന കൊണ്ട് ചെന്നാലും മാതാവ് തലോടിയാൽ ആ വേദന മാറും. അതിനൊരു
600 അല്ലെ 550 mg പെയിൻ കില്ലറിനുള്ള ശക്തിയല്ല ഉള്ളത്. അപ്പം മാറും അത് നമ്മുടെ ശരീരത്തിൽ അതിനുള്ള ഒരു എൻസൈമുകൾ ആ നേരത്ത് പ്രവർത്തിക്കുന്നുവെന്നും അത് ആ തലോടലിൽ നമുക്ക് പെയിൻ കില്ലറിനേക്കാൾ കൂടുതൽ ശക്തിയുള്ള ഖലീഫ സാനി പറഞ്ഞ് റാബി റഹ്മുള്ള തൻ്റെ ഹോമിയോ ഗ്രന്ഥത്തിൽ പറയുന്നു 500 mg 2 പെയിൻ കില്ലർ അടിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തി ഒരു തടയലിനുണ്ട് എന്ന് പറഞ്ഞു ഹുസൂർ. ആ ഹുസൂർ പറയാൻ കാരണം ആ നിലയ്ക്ക് ശരീരം പ്രവർത്തിക്കുന്നുള്ളതാണ്. ആ സ്നേഹബന്ധം മാതാവിനും പിതാവിനും ഉണ്ടാവാൻ കാരണം പിതാവിൻ്റെ ഒരംശമാണ് നമ്മളെന്ന നിലയിലാണ്, മാതാവിൻ്റെ ഒരു ഭാഗമാണ് നമ്മളെന്ന നിലയിലാണ്. ഇതുകൊണ്ടാണ് നമുക്ക് തിരിച്ചും ആ സ്നേഹമുള്ളത്. ഈ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ കുറിച്ച് പറയുമ്പോൾ ആ സിഫത്തുകളൊക്കെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൽ നിന്ന് അള്ളാഹ് നൽകിയിട്ടുള്ള സിഫത്തുകളെ ഒരു അംശം മറ്റൊരു വിധത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിനെ വെച്ചിട്ട് സ്നേഹിക്കാൻ വേണ്ടി മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു. അത് മാതാവെന്നോ പിതാവെന്നോ കിട്ടിയത് വളരെ ചെറിയ അംശമാണെങ്കിൽ ആ മാതാവിലും പിതാവിലുമുള്ള സകല അംശങ്ങളും മുഴുവൻ തന്നത് അള്ളാഹുവാണ്. ഈ സ്നേഹം നഷ്ടപ്പെട്ടാൽ ഉണ്ടാകാവുന്ന ഭയപ്പാട് നമുക്കുണ്ടാവണം. ഇത് രണ്ടും നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ഇത് എങ്ങനെയാണ് ഇതിന് ഉണ്ടാകാൻ കഴിയുന്നത്, എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറാൻ കഴിയുന്നത് എന്നൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ അങ്ങോട്ട് ഇപ്പോൾ ഞാൻ നീങ്ങുന്നില്ല. അടുത്ത ക്ലാസ്സിൽ ആ ഭാഗമാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ നമ്മുടെ മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം ഇതിനെ തിരുത്തുമ്പോൾ എടുത്തു പറഞ്ഞത് കാമിൽ തൗഹീദ്, പൂർണ്ണമായിട്ടുള്ള തൗഹീദ്. ആ സ്നേഹം മാത്രം എല്ലാ തലത്തിലും എത്തുമ്പോഴാണ് ഉണ്ടാവുന്നത്. എങ്ങനെ? ഒരു മാതാവിൻ്റെ മടിയിലിരിക്കുന്ന കുട്ടിയെ മാറോട് അണച്ചു വെക്കുമ്പോൾ ആ കുട്ടിക്ക് സമാധാനമുണ്ട്, മാതാവിന് സമാധാനമുണ്ട്. ഇതുപോലെ ആ കുട്ടി എന്താണെന്ന് വ്യക്തമായിട്ട് ആ മാതാവിനറിയാം, മാതാവ് എന്താണെന്ന് കുട്ടിക്ക് അറിയാം. അതുകൊണ്ടാണ് സമാധാനമുള്ളത്. അറിയാത്ത ഒരാളെ മാതാവ് പെട്ടെന്ന് ഒരു കൊല്ലം വരെ കാണാത്തൊരു മാതാവ്, അല്ലെങ്കിൽ ഒരു വളർത്തമ്മയെ കയ്യിൽ കൊടുത്ത് തിരിച്ചു വന്ന മാതാവിൻ്റെ കയ്യിൽ കൊടുത്താൽ കുട്ടിക്ക് സമാധാനം ഉണ്ടാവില്ല, മാതാവിനും ആ സമാധാനം കിട്ടില്ല. പക്ഷേ ആ രക്തബന്ധത്തിലുള്ള സമാധാനം ഉണ്ടാവുമെങ്കിലും പൂർണ്ണമായിട്ടുള്ള സമാധാനം മാതാവ് എൻ്റെ മാതാവാണെന്ന് തിരിച്ചറിയുമ്പോഴാണ്. ഹസ്രത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു യുദ്ധവേളയിൽ ഒരു സ്ത്രീ കണ്ട കുട്ടികളൊക്കെ എടുത്ത് നോക്കുകയാണ്. ശത്രുപക്ഷത്തുള്ള സ്ത്രീയാണ്, വന്നിട്ടുള്ളത് മുസ്ലിം പക്ഷത്തിലേക്കാണ്. തൻ്റെ ഉറ്റബന്ധുക്കളെ വെട്ടിനുറുക്കിയത് കണ്ടുകൊണ്ടാണ് വരുന്നത്. പക്ഷേ കുട്ടിനോടുള്ള സ്നേഹം കൊണ്ട് തെരഞ്ഞ് തങ്ങളുടെ ശത്രുക്കളുടെ അടുത്തേക്കാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം കണ്ട കുട്ടിയൊക്കെ തെരഞ്ഞ് മുസ്ലിങ്ങളെ കുട്ടികൾ തന്നെ എടുത്ത് നോക്കുന്നത്. അതിനുശേഷം ഒരു കുട്ടിയെ എടുത്തിട്ട് അതിൻ്റെ കുട്ടിയെ കിട്ടുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഒരുപോലെ യുദ്ധം, പരസ്പരം കഴുത്തറുക്കുന്ന, കൈകാലുകൾ വെട്ടിനുറുക്കുന്ന ഒരവസ്ഥയിൽ കുട്ടി പേടിച്ചോടിയിട്ട് ഇങ്ങോട്ടാണ് ഓടിയത്. അതിനെ തെരഞ്ഞു വന്ന മാതാവിനെ എടുത്ത് ഒരു ശത്രുവിനെയും നോക്കാതെ സുഖമായിട്ടൊരു സൈഡിലിരുന്നിട്ട് അതിന് പാൽ കൊടുത്തു, മടിയിലിരുത്തി. അത് കണ്ടപ്പോൾ റസൂൽ ചോദിച്ചു, ഈ സ്ത്രീകൾ കണ്ടു എന്ന് ചോദിച്ചു. കണ്ടു എന്ന് പറഞ്ഞു. ആ കുട്ടിനെ അതിനോട് വലിച്ചെറിയാൻ പറഞ്ഞ വലിച്ചെറിയെന്ന് വെച്ച് ഇല്ല എന്ന് പറഞ്ഞു. അതേപോലെയാണ് അള്ളാഹുവിന് തൻ്റെ അടിമകളോടുള്ള സ്നേഹം. ഒരിക്കലും തൻ്റെ അടിമയെ അവനൊരിക്കലും വലിച്ചെറിയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തന്നത് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം. അഹമ്മദിയത്ത് എന്ത് നൽകി വെച്ചാൽ അങ്ങനെയുള്ള ഒരു അള്ളാഹുവിനെ, അതായത് ജീവിതത്തിൽ നമുക്ക് ഓരോ വസ്തുവിനെയും കാണുമ്പോൾ അത് എൻ്റെ റബ്ബ് എനിക്ക് തന്നതാണ് എന്നും അത് റബ്ബിൻ്റെ സൃഷ്ടിപ്പിൽ എനിക്ക് വേണ്ടിയുള്ളതാണെന്നും മനസ്സിലാക്കുമ്പോൾ ആ വസ്തുവും നമ്മളും തമ്മിലുള്ള ബന്ധത്തെയാണ് അള്ളാഹുവിലൂടെ ബന്ധിപ്പിക്കുമ്പോഴുള്ളതാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഏകമാക്കൽ, ഒന്നും പുറത്തില്ല. അത്തരത്തിലുള്ള ഒരു തൗഹീദാണ് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അള്ളാഹു അതിനെ അനുഗമിക്കാനുള്ള, ജീവിതത്തിൽ പ്രായോഗികമായി കൊണ്ടുവരാനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്.